Now we are going to see class and objects. നമ്മൾ ഇനി ഒരു ക്ലാസ് എന്താണ്, ഓബ്ജക്റ്റ് എന്താണ് എന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. നിങ്ങൾ ഓൾറെഡി നിങ്ങൾക്ക് അറിയാതിരിക്കും, നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. CPP ഒക്കെ നിങ്ങൾ പഠിച്ചപ്പോൾ ക്ലാസ് എന്താണ്, ഓബ്ജക്റ്റ് എന്താണെന്നൊക്കെ നിങ്ങൾ പഠിച്ചു. എങ്കിലും നമ്മൾ അതേക്കുറിച്ച് കുറച്ചുകൂടി ഒന്ന് കൂടുതൽ പഠിക്കാൻ പോവുകയാണ്. We know that Java is a purely object-oriented language because this language gives more importance to objects, or in other words, this language gives more importance to data. നമ്മൾ കാണും എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ ഓബ്ജക്റ്റിനെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന, ഓബ്ജക്റ്റിനാണ് ഇവിടെ ഇമ്പോർട്ടൻസ്. പണ്ടൊക്കെയുള്ള പ്രൊസീജിയർ ലാംഗ്വേജസിന് അത് എങ്ങനെയാണ് ആ ആപ്ലിക്കേഷൻ വർക്ക് ചെയ്യുന്നത് എന്നുള്ള പ്രൊസീജിയറിനായിരുന്നു, സ്റ്റേറ്റ്മെൻറ്റ്സിനായിരുന്നു ഇമ്പോർട്ടൻസ്. അത് നിങ്ങൾക്കറിയാം, നിങ്ങൾ അതൊക്കെ കുറിച്ച് കേട്ടിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്. ഇവിടെ ഓബ്ജക്റ്റുകൾക്കാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. സോ വി ആർ ഗോയിങ് ടു ക്രിയേറ്റ് objects using this language. The main principles of OOPS are encapsulation, inheritance and polymorphism. Encapsulation, inheritance and polymorphism. ഈ മൂന്നെണ്ണമാണ് എല്ലാ ഓബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജസിൻ്റെ പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത്. ഇതെല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ഒന്ന്, എൻക്യാപ്സുലേഷൻ. വാട്ട്സ് ദ മീനിങ് ഓഫ് എൻക്യാപ്സുലേഷൻ? മേക്കിംഗ് ഇൻറ്റു ക്യാപ്സ്യൂൾ. മേക്കിംഗ് ഇൻറ്റു ക്യാപ്സ്യൂൾ, ഒരു ക്യാപ്സ്യൂൾ ആക്കുക. എന്താ ക്യാപ്സ്യൂളിൻ്റെ പ്രത്യേകത? വി ക്യാൻ സേ ദാറ്റ് മെഡിസിൻ പൗഡർ ഈസ് കണ്ടെയ്ൻഡ് ഇൻ എ ക്യാപ്സ്യൂൾ. നമുക്കറിയാം, ക്യാപ്സ്യൂള് മരുന്നുകളൊക്കെ നമ്മൾ വല്ലതും കഴിച്ചിട്ടുണ്ട്. ഒരു കവറിൻ്റെ അകത്താണ് ആ മെഡിസിൻ പൗഡർ വെച്ചേക്കുന്നത്. എന്തിനു വേണ്ടിയിട്ട് അങ്ങനെ ചെയ്തേക്കുന്നത്? എന്താ അതിൻ്റെ പ്രത്യേകത? ആ ക്യാപ്സ്യൂളിൻ്റെ പ്രത്യേകത എന്താ? ദാറ്റ് ക്യാപ്സ്യൂൾ ഗീവ്സ് മോർ പ്രൊട്ടക്ഷൻ ടു ദ മെഡിസിൻ പൗഡർ. ആ ക്യാപ്സ്യൂളിൻ്റെ അകത്തുള്ള മെഡിസിൻ പൗഡറിന് പ്രൊട്ടക്ഷൻ കൊടുക്കുവാണ്. അപ്പോൾ അവിടെ സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ടാണ് ആ ക്യാപ്സ്യൂളിൻ്റെ അകത്ത് മെഡിസിൻ പൗഡർ വെച്ചേക്കുന്നത്. അതുപോലെ തന്നെയാണ് നമ്മളിവിടെയും നമ്മുടെ ഓബ്ജക്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ഉണ്ടാക്കുന്ന ഒരു ക്യാപ്സ്യൂളാണ്. തിയറിറ്റിക്കലി നമ്മൾ പറയും എൻക്യാപ്സുലേഷൻ ഇസ് എ പ്രോസസ് ഓഫ് റാപ്പിംഗ് അപ്പ് ഓഫ് ഡേറ്റ ആൻഡ് കോഡ് എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ പഠിച്ചു വെച്ചിട്ടുണ്ട്. അതവിടെ ഇരിക്കട്ടെ, അതെന്തു ആയിക്കോട്ടെ, സംഭവം ശരിയാണ്. അതെങ്ങനെ സംഭവിക്കുന്നു എന്ന് ഒരിക്കൽ കൂടി നമ്മൾ കാണുന്നു, അതേ ഉള്ളൂ. അപ്പം ഇങ്ങനെ ഈ എൻക്യാപ്സുലേഷൻ്റെ എന്ന് പറയുന്ന ഫസ്റ്റ് പ്രിൻസിപ്പിളിൻ്റെ ബേസിസ് എന്ന് പറയുന്നതാണ് ക്ലാസ്. ക്ലാസ് ഈസ് എ ബേസിസ് ഓഫ് എൻക്യാപ്സുലേഷൻ. ക്ലാസ് ആണ് ഒരു എൻക്യാപ്സുലേഷൻ്റെ ബേസിസ്. ദ ഔട്ട്പുട്ട് ഓർ ഫൈനൽ റിസൾട്ട് ഓഫ് എൻക്യാപ്സുലേഷൻ ഈസ് ആൻ ഓബ്ജക്റ്റ്. ഒരു എൻക്യാപ്സുലേഷൻ്റെ ഫൈനൽ റിസൾട്ട് എന്ന് പറയുന്നത് ആണ് ഓബ്ജക്റ്റ്. അപ്പോൾ ബേസിസ് ക്ലാസ്, എൻക്യാപ്സുലേഷൻ്റെ ഫൈനൽ റിസൾട്ട് എന്ന് പറയുന്നത് ഓബ്ജക്റ്റ്. ഇനി അത് എന്താണെന്ന് നമ്മൾ പഠിക്കാൻ പോവുകയാണ്. ഇൻ ഓർഡർ ടു create an object, first of all we should make a plan, or we should create a template. ഒരു ഓബ്ജക്റ്റ് നമുക്ക് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഒന്നെങ്കിൽ നമുക്കൊരു അച്ചുണ്ടാക്കണം. ആ ഓബ്ജക്റ്റ് എല്ലാം ഫിസിക്കൽ ഓബ്ജക്റ്റ് പോലെ തന്നെയാണ്. എന്ത് ഓബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോഴും ഒരു അച്ച് വേണം. ഒരു ചോക്ക് ഉണ്ടാക്കണമെങ്കിലും ചോക്ക് ഫാക്ടറി ചെല്ലാമെങ്കിൽ ഈ ചോക്കിനെല്ലാം അതിൻ്റെതായ അച്ചുകളുണ്ട്. ഇംഗ്ലീഷിൽ അതിനെ വിളിക്കുന്ന പേര് ടെംപ്ലേറ്റ്സ്. ടെംപ്ലേറ്റ് എന്ന് പറഞ്ഞാൽ അച്ചുകൾ ഉണ്ടാക്കുന്നു. അച്ചുകളുടെ പ്രത്യേകത എന്താണ്? എല്ലാ അച്ചിനും ചോക്കിൻ്റേതായ അതേ ഷേപ്പും കാര്യങ്ങളൊക്കെയാണ്. ചോക്കിന് എന്തുമാത്രം നീളം വേണോ അത്ര നീളമുണ്ട് അച്ചിന്. അതിന് എന്തുമാത്രം ഡയമീറ്റർ വേണോ അതിൻ്റേതായ വണ്ണം കാര്യങ്ങളെല്ലാം ഈ അച്ചിനുണ്ട്. എന്നിട്ട് ആ അച്ച് വെച്ചിട്ട് റോ മെറ്റീരിയൽസ് കൊടുത്ത് ക്രിയേറ്റ് ചെയ്ത് കഴിയുമ്പം ആ അച്ച് പോലത്തെ ചോക്കുകൾ, ഓബ്ജക്റ്റുകൾ ക്രിയേറ്റ് ചെയ്യപ്പെടും. ഇതുപോലെ തന്നെയാണ് നമ്മളും ഓബ്ജക്റ്റുകൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ആപ്ലിക്കേഷനെ എല്ലാം നമ്മൾ ഓബ്ജക്റ്റ് ആക്കുവാണ്. ആ ഓബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോഴും നമ്മൾ ഉണ്ടാക്കുന്ന ടെംപ്ലേറ്റ് ആണ് നമ്മുടെ ക്ലാസ്. ഇൻ അതർ വേർഡ്സ്, ക്ലാസ് ഈസ് എ പ്ലാൻ ഫോർ ക്രിയേറ്റിംഗ് ആൻ ഓബ്ജക്റ്റ്. ഒരു ഓബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നതിന് മുമ്പ്
നമ്മൾ വരയ്ക്കുന്ന പ്ലാനാണ്. എല്ലാം അങ്ങനെയാണല്ലോ, നമ്മൾ എന്ത് ക്രിയേറ്റ് ചെയ്യുമ്പോഴും നമ്മൾ എന്തെങ്കിലും ഉണ്ടാക്കുമ്പോൾ നമുക്ക് മനസ്സിൽ പ്ലാൻ വേണം. പറ്റുമെങ്കിൽ അതെല്ലാം വരച്ച് അല്ലേ, ഒരു വീടോ അല്ലെങ്കിൽ കടയോ എന്തെങ്കിലും പണിയുമ്പോഴൊക്കെ അറിയാവുന്ന എഞ്ചിനീയർ വന്ന് പ്ലാൻ വരയ്ക്കും. ആ പ്ലാൻ കണ്ടു കഴിയുമ്പോൾ അറിയാം, പ്ലാൻ വരച്ച് കഴിയുമ്പോൾ തന്നെ നമുക്കറിയാം വീട് എങ്ങനെ ഇരിക്കും പണിത് കഴിയുമ്പോൾ, അതിൻ്റെ അകത്തെ സൗകര്യങ്ങൾ ഇതെല്ലാം പ്ലാനിൻ്റെ അകത്തുണ്ട്. എന്ന് പറയുന്ന പോലെ നമ്മൾ ഉണ്ടാക്കുന്ന ഒരു ഓബ്ജക്റ്റിനെ അതെങ്ങനെ ഇരിക്കണം, അതെന്തൊക്കെ കാര്യങ്ങൾ അതിൻ്റെ അകത്ത് വേണം, അതെങ്ങനെ വർക്ക് ചെയ്യണം, ഇതെല്ലാം നമ്മൾ വരയ്ക്കുന്ന പ്ലാനിനെ വിളിക്കുന്ന പേരാണ് ക്ലാസ്. അപ്പം ക്ലാസ് ഈസ് എ ടെംപ്ലേറ്റ് ഓഫ് ആൻ ഓബ്ജക്റ്റ് ഓർ ഇറ്റ് ഈസ് എ പ്ലാൻ ഫോർ ക്രിയേറ്റിംഗ് ആൻ ഓബ്ജക്റ്റ്. വേറെ രീതി പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ലോജിക്കൽ കൺസ്ട്രക്ഷൻ. ലോജിക്കലായിട്ടുള്ളൊരു കൺസ്ട്രക്ഷനാണ്, ഫിസിക്കലല്ല, ലോജിക്കാണ്. അപ്പം നമ്മുടെ മനസ്സിൽ നമ്മുടെ വരയ്ക്കുമ്പം ഉണ്ടാക്കുന്ന ഒരു ഓബ്ജക്റ്റ് എങ്ങനെ ഇരിക്കണം എന്ന് ലോജിക്കലായിട്ട് നമ്മൾ ആലോചിച്ച് റെഡിയാക്കി വെക്കുന്ന സംഭവമാണ് ക്ലാസ്. അപ്പം ഇങ്ങനെയൊക്കെ നമുക്ക് ക്ലാസ്സിനെ നമുക്ക് വിളിക്കാം. ഇനി ക്ലാസ്സിൻ്റെ പ്രത്യേകത എന്താണ്? ദിസ് ക്ലാസ് or this template has structure and nature of an object. Every template has structure and nature of an object. എല്ലാ അച്ചുകൾക്കും അതിൻ്റേതായ ഓബ്ജക്റ്റുകളുടെ സ്ട്രക്ചറുണ്ട്, അതുപോലെ തന്നെ അതിൻ്റെ നേച്ചറും ഉണ്ട്. എന്താ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ? സ്ട്രക്ചർ മീൻസ് ഷേപ്പ്. ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു സാധനത്തിൻ്റെ സ്ട്രക്ചർ, ക്ലാസ് റൂമിൻ്റെ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ എന്താ? അതിൻ്റെ ഷേപ്പാണ്, എന്തുമാത്രം നീളമുണ്ട്, വീതിയുണ്ട്, ഹൈറ്റ് ഉണ്ട്. അതുപോലെ തന്നെ ചോക്കിൻ്റെ സ്ട്രക്ചർ ചോക്ക് ഉണ്ടാക്കി കഴിയുമ്പോൾ അതിന് നീളമുണ്ട്, എത്ര ഡയമീറ്റർ ഉണ്ട്. അപ്പോൾ സ്ട്രക്ചർ മീൻസ് ഷേപ്പ്. ഈ നേച്ചർ മീൻസ് an action, ഒരു ബിഹേവിയറാണ്, ഒരു സ്വഭാവമാണ്. ഇപ്പം മനുഷ്യർക്കൊക്കെ എന്ന് പറഞ്ഞാൽ എല്ലാ ആ ബിഹേവിയർ നമുക്ക് പറയാം. അപ്പം ചോക്കിനെ സംബന്ധിച്ച് എന്താ ഒരു ബിഹേവിയർ? ചോക്കാണെങ്കിൽ നമുക്ക് പറയാം ഇറ്റ്സ് ബിഹേവിയർ ഈസ് വി ക്യാൻ റൈറ്റ് യൂസിങ് എ ചോക്ക്. ഇപ്പോൾ ചോക്ക് ഉപയോഗിച്ച് നമുക്ക് എഴുതാൻ പറ്റും. വി ക്യാൻ റൈറ്റ് യൂസിങ് എ ചോക്ക്. ക്ലാസ് റൂമിനെ സംബന്ധിച്ച് നമുക്ക് രണ്ട് ബിഹേവിയർ ഉണ്ട്. ഒന്ന് ഏരിയയുണ്ട്, രണ്ട് വോളിയുണ്ട്. അപ്പോൾ ക്ലാസ് റൂമാണ് ഏരിയയാണ് നോക്കുന്നത്, എന്തുമാത്രം എത്ര സ്റ്റുഡൻസിനെ അതിൻ്റെ അകത്ത് ഓക്യുപ്പൈ ചെയ്യാം. ആ സമയത്ത് ഗുഡ്സിൻ്റെ വലിയ ഗുഡ്സ് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വല്ല മുറികളൊക്കെ ആണെങ്കിൽ അവിടെ വോളിയാണ് നോക്കുന്നത്, എന്തുമാത്രം സാധനങ്ങൾ ഈ മുറിക്കകത്ത് നിറച്ചു വെക്കാം, ഗോഡൗൺ പോലെ. അപ്പോൾ അവിടെ വോളിയാണ് അതിൻ്റെ നേച്ചർ. ക്ലാസ് റൂം എന്ന് പറയുമ്പോൾ അതിൻ്റെ ഏരിയയാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഒരു റൂമിൻ്റെ നേച്ചർ. എന്ന് പറയുന്ന പോലെ എല്ലാ ആപ്ലിക്കേഷനും അതിൻ്റെതായ നേച്ചറുണ്ട്. ഇപ്പോൾ സ്റ്റുഡൻറ്റ് ആപ്ലിക്കേഷൻ നമ്മൾ ചെയ്യുകയാണെങ്കിൽ ആ സ്റ്റുഡൻറ്റിൻ്റെ നേച്ചറുകൾ, അതിൻ്റെ പേര്, അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ്, മാർക്ക് കാര്യങ്ങൾ, അറ്റൻഡൻസ്, ഇങ്ങനെ വരുന്ന ഇതെല്ലാം സ്റ്റുഡൻറ്റുമായിട്ട് ബന്ധപ്പെട്ട നേച്ചറുകളാണ്, സ്റ്റുഡൻറ്റിൻ്റെ നേച്ചറുകളാണ്. അപ്പം അതെല്ലാം നേച്ചർ മാർക്ക്, പരീക്ഷ എഴുതുന്നു, മാർക്ക് കൂട്ടുന്നു, റാങ്ക് കാൽക്കുലേറ്റ് ചെയ്യുന്നു, അങ്ങനെ അതെല്ലാമാണ് അതിൻ്റെ നേച്ചർ എന്ന് പറയുന്നത്. അപ്പം ഇപ്പോൾ സ്റ്റുഡൻറ്റ് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നു അതെല്ലാം അവൻ്റെ നേച്ചറാണ്. ഈ പറയുന്ന പോലെ നേച്ചർ എന്ന് പറയുമ്പം ഒരു ആക്ഷനുമായിട്ട് ബിഹേവിയറായിട്ട് ബന്ധപ്പെട്ടതാണ്. അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ എഴുതുന്നത് ഒരു ഫങ്ഷൻ്റെ അകത്താണ്, അല്ലെങ്കിൽ നമ്മൾ ജാവയിൽ അതിനെ മെത്തേഡ്സ് എന്ന് വിളിക്കും. ഇപ്പം രണ്ട് കാര്യങ്ങളേ ഉള്ളൂ എല്ലാ ഓബ്ജക്റ്റിനും രണ്ട് പ്രോപ്പർട്ടീസേ ഉള്ളൂ. ഒന്ന് അതിൻ്റെ സ്ട്രക്ചർ, രണ്ട് അതിൻ്റെ ബിഹേവിയർ. എത്ര വലിയ ആപ്ലിക്കേഷൻ നമ്മൾ ക്രിയേറ്റ് ചെയ്താലും ശരി, എത്ര വലിയ ക്ലാസ് നമ്മൾ ഉണ്ടാക്കിയാലും ശരി, അതിൻ്റെ അകത്ത് രണ്ട് കാര്യങ്ങളേ ഉള്ളൂ പ്രധാനപ്പെട്ട. ഒന്ന് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്ന ഓബ്ജക്റ്റിൻ്റെ സ്ട്രക്ചർ, രണ്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്ന ഓബ്ജക്റ്റിൻ്റെ നേച്ചർ. ഇവിടെ നമ്മൾ ഒരു ബോക്സിൻ്റെ ഓബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ പോവുകയാണ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ വി ഹാവ് ടു ഡിഫൈൻ എ ക്ലാസ്. ഒരു ക്ലാസ് നമ്മൾ ഡിഫൈൻ ചെയ്യണം, ഒരു പ്ലാൻ നമ്മൾ ആദ്യമേ വരയ്ക്കണം, അച്ചുണ്ടാക്കുവാണ്. ഇപ്പോൾ ഒരു ബോക്സ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, നമുക്കൊരു പ്ലാൻ വേണം. ഒരു ആപ്ലിക്കേഷൻ നമ്മൾ ഏത് ആപ്ലിക്കേഷൻ നമ്മൾ ചെയ്യുമ്പോഴും നമുക്ക് അതിനെക്കുറിച്ച് ഒരു അറിവ് വേണം. എന്താണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്, അതിൻ്റെ അകത്ത് എന്തൊക്കെയാണ് വേണ്ടതെന്നുള്ളത് നമുക്കറിയണം. ചുമ്മാ കയറി അതൊന്നും ചെയ്തിട്ട് കാര്യമൊന്നുമില്ല. ഇപ്പോൾ ഒരു ബോക്സ് വരയ്ക്കണം അല്ലെങ്കിൽ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നമുക്കറിയാം ഒരു ബോക്സിനാകുമ്പം അതിന് എന്തുമാത്രം നീളം വേണം, അതിന്
അതിന് വിഡ്ത്ത് വേണം, അതിന് ഹൈറ്റ് വേണം, ഈ കാര്യങ്ങളൊക്കെ നമുക്കറിയാം. അപ്പം അതെല്ലാം നമ്മൾ റെഡിയാക്കുന്നു. അതാണ് അതിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. പിന്നെയാണ് ആ ബോക്സ് കൊണ്ട് എന്താ ഉപയോഗം, അതിൻ്റെ സാധനങ്ങൾ വെക്കാൻ. അപ്പോൾ അതിൻ്റെ മെയിനായിട്ടുള്ള അതിൻ്റെ നേച്ചർ ബോക്സിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ വോളിയാണ്. അപ്പം അതാണ് വോളിയം ആണ് അതിൻ്റെ നേച്ചർ. ഇപ്പം ഇവിടെ നമ്മൾ ഒരു ബോക്സിൻ്റെ ഓബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന മുമ്പ് ക്ലാസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നു. In order to define a class, we use keyword class. ക്ലാസ് എന്ന് പറയുന്ന കീവേഡ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. എപ്പോഴാണ്? whenever we want to create a new class, we use class keyword. പുതിയൊരു ക്ലാസ് എപ്പോഴാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്, അപ്പോൾ മാത്രമേ നമ്മൾ ഈ ക്ലാസ് കീവേഡ് ഉപയോഗിക്കാവുള്ളൂ. തോന്നുന്ന പോലെ അവിടെ ഇവിടെയും ക്ലാസ് കീവേഡ് കയറി ഉപയോഗിക്കില്ല. എപ്പോഴാണ് ഒരു പുതിയ ക്ലാസ് ആവശ്യം വരുന്നത്? രണ്ട് സമയത്തെ പുതിയ ക്ലാസ്സുകൾ ആവശ്യം വരുന്നുള്ളൂ. ഒന്ന്, നമ്മൾ ഒരു പുതിയ ഓബ്ജക്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നു. അങ്ങനെ വരുമ്പം ഒരു പുതിയ ഡിസൈൻ ആവശ്യം വരുന്ന സമയത്ത് നമ്മളൊരു ക്ലാസ് കീവേഡ് കൊടുത്ത് പുതിയ ക്ലാസ് എഴുതും. രണ്ടാമത് നമ്മൾ നേരത്തെ കണ്ടതാണ്, എപ്പോഴെങ്കിലും മെയിൻ മെത്തേഡ് എഴുതേണ്ട ഒരു ആവശ്യം വന്നു കഴിഞ്ഞാലും ഒരു ഓബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യം വന്നു കഴിയുമ്പോഴും നമ്മൾ അതിനു വേണ്ടി വേണമെങ്കിൽ വേറൊരു ക്ലാസ് നമുക്ക് എഴുതാം. ഒരു ഓബ്ജക്റ്റ് ക്രിയേഷന് വേണ്ടിയിട്ട് ഇത് പ്ലാനാണ്. പ്ലാനിൻ്റെ അകത്ത് കയറി ആരും ഓബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാറില്ല സാധാരണ. നമ്മളും അങ്ങനെയാണ് ശീലിക്കേണ്ടത്. വേണമെങ്കിൽ ഇതിൻ്റെ അകത്ത് തന്നെ മെയിൻ മെത്തേഡൊക്കെ എഴുതി ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. പക്ഷെ അതിൻ്റെ ആ രീതി ശരിക്കും അതല്ല. പ്ലാൻ വരച്ച് നമ്മൾ സെപ്പറേറ്റ് മാറ്റി വെക്കുന്നു. എന്നിട്ട് ഓബ്ജക്റ്റ് പ്ലാൻ നോക്കി ഓബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുക. ഇപ്പം ഇവിടെ ഇതുപോലെ തന്നെ ക്ലാസ് ബോക്സ് എല്ലാ പ്ലാനും ഒരു പേര് കൊടുക്കും. വീട് പണിയുമ്പോൾ നമ്മുടെ പ്ലാനേൽ ഇറ്റ് ഈസ് എ പ്രൊപ്പോസ്ഡ് ഹൗസ് ഫോർ സച്ച് ആൻഡ് സച്ച് പേഴ്സൺ എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഡീറ്റെയിൽസ് ഒക്കെ എഴുതിയാണ് പ്ലാൻ വരയ്ക്കുന്നത്. ഇവിടെ നമ്മുടെ പ്ലാന് നമ്മൾ പേര് കൊടുക്കുക ക്ലാസ് ബോക്സ്. ബോക്സിനുള്ള പ്ലാനാണ് ക്ലാസ് ബോക്സ്. ഇനി ആ പ്ലാൻ്റെ അകത്ത് നമുക്കിവിടെ കമ്പ്യൂട്ടറിൽ നമ്മൾ കൊടുക്കുന്നതായതുകൊണ്ട് അവിടെ വരച്ചു കൊടുക്കാനൊന്നും പറ്റത്തില്ല. അപ്പം നമ്മൾ എന്തൊക്കെ വേണമെന്നങ്ങ് പറഞ്ഞു കൊടുക്കത്തേ ഉള്ളൂ. നമ്മുടെ ബോക്സിന് ലെങ്ത് വേണം. അപ്പം കറക്റ്റ് ഇൻറ്റീജർ കൊടുത്തില്ല, ഡബിൾ ഞാൻ ഇവിടെ കൊടുത്തേക്കുന്നത്. പോയിൻ്റൊക്കെ വന്നാലും കുഴപ്പമൊന്നുമില്ല. ഡബിൾ ഞാൻ കൊടുത്തു, വേണമെങ്കിൽ ഇൻറ്റീജർ കൊടുക്കുക, എന്തും കുഴപ്പമൊന്നുമില്ല. ബോക്സിന് ലെങ്ത് ഉണ്ട്, ബോക്സിന് വിഡ്ത്ത് ഉണ്ട്, ഹൈറ്റ് ഉണ്ട്. മൂന്നും ഞാൻ ഡബിളായിട്ട് ഡിക്ലെയർ ചെയ്തേക്കുന്നത്. അപ്പോൾ ഇതാണ് ബോക്സിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞു, എല്ലാ ക്ലാസ്സിലും രണ്ട് കാര്യങ്ങളേ ഉള്ളൂ. ഒന്ന്, നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്ന ഓബ്ജക്റ്റിൻ്റെ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഷേപ്പ്, സൈസ് എങ്ങനെയാണ്. രണ്ട്, അതിൻ്റെ നേച്ചർ എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പോകുന്നു, അതുകൊണ്ട് നമുക്ക് എന്തെല്ലാം ചെയ്യുന്നു, അത് ആ ഓബ്ജക്റ്റ് ഉപയോഗിച്ച് നമ്മൾ എന്തെല്ലാം ചെയ്യാൻ പോകുന്നു. അപ്പോൾ സാധാരണ അങ്ങനെയുള്ള കാര്യങ്ങളെ നമ്മൾ ബിഹേവിയർ എന്ന് പറയും. ബിഹേവിയർ ഒരു ആക്ഷനുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അതുകൊണ്ടാണ് അങ്ങനെയുള്ള നേച്ചർ എന്ന് പറഞ്ഞ എപ്പോഴും ഒരു ഫങ്ഷൻ ആയിരിക്കും. ജാവയിൽ വി യൂസ് എ നെയിം കോൾഡ് മെത്തേഡ് എന്നാണ് നമ്മൾ പറയുക ഫങ്ഷന് പകരം. ഇപ്പോൾ ജാവയിൽ നമ്മൾ എല്ലാ ക്ലാസ്സിലും രണ്ട് കാര്യങ്ങളേ ഉള്ളൂ. ഒന്ന് സ്ട്രക്ചർ, രണ്ട് നേച്ചർ. സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം നീളം, വീതി, ഈ ഷേപ്പിനെ ബന്ധപ്പെടുത്തിയ അതെല്ലാം വാല്യൂ കൊടുത്തിട്ടാണ്. നീളം ഇത്ര വീതി. അതുകൊണ്ട് തന്നെ നമ്മൾ ആ സ്ട്രക്ചർ എപ്പോഴും നമ്മൾ ഡിക്ലെയർ ചെയ്യുന്നത് വേരിയബിൾസ് ഉപയോഗിച്ചിട്ടാണ്. സ്ട്രക്ചർ എന്ന് പറയുന്ന വേരിയബിൾസ് ആണ്, നേച്ചർ എന്ന് പറയുന്നത് മെത്തേഡുമാണ്. അപ്പം എല്ലാ ക്ലാസ്സിലും ഈ രണ്ട് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. എവരി ക്ലാസ് ഹാസ് സ്ട്രക്ചർ ആൻഡ് നേച്ചർ ഓഫ് ആൻ ഓബ്ജക്റ്റ്. വേറെ ഒരു കാര്യങ്ങളും സാധാരണ ഒരു ക്ലാസ്സിൻ്റെ അകത്തില്ല. ഏത് ക്ലാസ് നമ്മൾ ഡിസൈൻ ചെയ്യുമ്പോഴും ഇതിനകത്ത് പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളേ ഉള്ളൂ. എണ്ണത്തിൽ വ്യത്യാസം വരാം, പക്ഷേ കണ്ടൻസ് രണ്ടെണ്ണേ ഉള്ളൂ. ബേസിക്കായിട്ട് ഈ കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ എന്ത് ആപ്ലിക്കേഷൻ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പം എല്ലാ ക്ലാസ്സിൻ്റെ അകത്തും എല്ലാ പ്ലാനിൻ്റെ അകത്തും എല്ലാ അച്ചിലും രണ്ട് കാര്യങ്ങളേ ഉള്ളൂ. ഒന്ന്, നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്ന ഓബ്ജക്റ്റിൻ്റെ ഷേപ്പ് അല്ലെങ്കിൽ സ്ട്രക്ചർ, സൈസ്, ഇതെല്ലാം ബന്ധപ്പെടുന്നത് വാല്യൂ ആയിട്ട് ബന്ധപ്പെട്ടതാണ് സ്ട്രക്ചർ. അതുകൊണ്ട് തന്നെ നമ്മൾ വേരിയബിൾസ് എന്ന് പറയും. രണ്ടാമത് നേച്ചർ എന്ന് പറഞ്ഞാൽ ഒരു ആക്ഷനുമായിട്ട് ബന്ധപ്പെട്ട.
ബോക്സ് ആണെങ്കിൽ ബോക്സിൻ്റെ ആക്ഷൻ, ബോക്സിൻ്റെ അകത്ത് വേറെ സാധനങ്ങൾ വെക്കാം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഓഡിയോ ആണ് അതിൻ്റെ നേച്ചർ എല്ലാ ബോക്സിലും. നമ്മൾ അത് കാണാനുള്ള ഓഡിയോ. അപ്പം ഇങ്ങനെ ഈ രണ്ട് കാര്യങ്ങളാണ് എല്ലാ ക്ലാസ്സിലും നമുക്ക് ആവശ്യമുള്ളത്.